നമസ്കാരം. സൗദി അറേബ്യയിലെ പ്രവാസികൾക്ക് ഇനി നാട്ടിലെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വാട്സാപ്പ് വഴി വിളിക്കാം. വർഷങ്ങൾ നീണ്ട നിയന്ത്രണങ്ങൾക്ക് ശേഷം വാട്സാപ്പിൽ വോയിസ് വീഡിയോ കോളിംഗ് സൗകര്യങ്ങൾ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടതായി സൗദിയിലെ നിരവധി വാട്സാപ്പ് ഉപയോക്താക്കൾ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതേക്കുറിച്ച് ഔദ്യോഗിക അറിയിപ്പുകളൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ സൗകര്യം സ്ഥിരമായ സംവിധാനമാണോ എന്നോ താൽക്കാലിക പരീക്ഷണമാണോ എന്നതിനെ കുറിച്ചും ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. ഔദ്യോഗിക അറിയിപ്പില്ലാതെ കോൾ സൗകര്യങ്ങൾ ആക്ടിവേറ്റ് ആയത് പരീക്ഷണാർത്ഥമാണെന്നാണ് പൊതുവായ ഒരു വിലയിരുത്തൽ. ടെലികമ്മ്യൂണിക്കേഷനും ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറും മെച്ചപ്പെടുത്തുന്നതിനും ഉപയോക്താക്കൾക്കിടയിലുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള സൗദി അറേബ്യയുടെ ശ്രമങ്ങളുമായി ഈ ഒരു നീക്കത്തെ കണക്കാക്കാമെന്നാണ് സാങ്കേതിക വിദഗ്ധർ പറയുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മെസ്സേജിംഗ് ആപ്ലിക്കേഷനുകളൊന്നായ വാട്സാപ്പ് 2015 വോയിസ് കോളുകളും 2016 വീഡിയോ കോളുകളും അവതരിപ്പിച്ചിരുന്നു. എന്നാൽ ഇവയ്ക്ക് സൗദി ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയുണ്ടായി. നിയന്ത്രണങ്ങൾക്കിടയിലും ഇടയ്ക്കിടെ കുറച്ചു കാലത്തേക്ക് ഇതിനു മുൻപും ഈ ഒരു സൗകര്യങ്ങൾ വാട്സാപ്പിൽ ലഭ്യമായിരുന്നുവെങ്കിലും വീണ്ടും അവ ഡീആക്ടിവേറ്റ് ചെയ്യപ്പെട്ടതായാണ് സംഭവം. 2024 മാർച്ചിൽ വാട്സാപ്പ് വോയിസ് വീഡിയോ കോളുകൾക്കുള്ള നിരോധനം നീക്കിയതായി വാർത്തകൾ വന്നിരുന്നുവെങ്കിലും സൗദി അറേബ്യയുടെ ടെലികമ്മ്യൂണിക്കേഷൻസ് സ്പേസ് ആൻഡ് ടെക്നോളജി കമ്മീഷൻ ഇക്കാര്യം പിന്നീട് നിഷേധിക്കുകയായിരുന്നു. ഏതായാലും വലിയ ഉപകാരമെന്ന നിലയിലാണ് വാട്സാപ്പിന്റെ ഒരു നീക്കത്തെ പ്രവാസികൾ കാണുന്നത്. ഈ നിയന്ത്രണം നീക്ക നടപടി തുടരുകയാണെങ്കിൽ ചെലവില്ലാതെ നാട്ടിലേക്ക് വിളിക്കാനും വീഡിയോ കോൾ വഴി ഉറ്റവരെയും ഉടയവരെയും നേരിൽ കണ്ട് സംസാരിക്കാനും ഇത് അവസരം നൽകുന്നതാണ്.